എൻ്റർടൈനിങ് ലൈവ് ആരും പ്രതീക്ഷിക്കണ്ട. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എന്താ സീൻ, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വെറുതെ ചോദിക്കുന്നതായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയില്ല. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ, അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുളിസീനെത്തി നോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു. അത് എല്ലാവരെയും ബാധിച്ചു, ഗ്യാങ്ങിനെ എല്ലാവരെയും ബാധിച്ചു. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, MRG എൻ്റെ സ്വന്തം ഇതല്ല, കമ്പനിയല്ല. MRG എന്ന് പറഞ്ഞാൽ 6-7 വർഷമായിട്ട് ഈ ഗെയിമിംഗ് ഫീൽഡിലുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷനാണ്. ഓക്കെ, അപ്പോൾ അവർ ഒരു തീരുമാനം എടുത്താൽ എനിക്കതിൽ എത്രത്തോളം എനിക്ക് ഇടപെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്, ആ സ്ക്രിപ്റ്റും അങ്ങനത്തെ ഇതല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് അല്ല ഇത്, ഞാൻ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനോ അങ്ങനെ ഞാൻ വന്നതല്ല. ഓക്കെ, സ്ക്രിപ്റ്റ് അല്ല ബ്രോ, അങ്ങനെ പറയല്ല ബ്രോ, ഇത് സീരിയസ് കാര്യമാണ്. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇത്രയും ആൾക്കാർ, നമ്മൾ ഈ ഗ്യാങ്ങിലുള്ള 8 പേര് ഇത്രയും ഇപ്പം കഴിഞ്ഞ എത്രയോ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ, ഞാൻ പണ്ട് ചെയ്ത ഇതെല്ലാം മായ്ച്ച് കളഞ്ഞ് എല്ലാവർക്കും നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവനും ഒരാൾ കാരണം ഇങ്ങനെ എല്ലാവർക്കും ചീത്തപ്പേര് വരുവാണെങ്കിൽ പിന്നെ അവിടെ വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പോളെടുപ്പ്, ഒരു വോട്ടെടുപ്പ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു പോള് ഞാനിടും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ മമ്മുന കിക്ക് ചെയ്യണമെന്ന് പറയുന്നവർ കിക്ക് ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ മമ്മുന ഒരു ചാൻസും കൂടി കൊടുക്കണം എന്ന് പറയുന്നവർ അത് പറയാം. ചാൻസ് കൊടുക്കാനൊന്നും ആരും പറയുന്നില്ല, വളരെ കുറവാണ്, ആരും പറയുന്നില്ല, വളരെ കുറവാണ്. പിന്നെ മാനേജ്മെൻറ്റ് എന്നോട് നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് ഇരുന്നപ്പോൾ ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഇതും കൂടിയും അഭിപ്രായം കൂടി ചോദിച്ചിട്ട് നോക്കി ചെയ്തോ എന്നുള്ള ഒരു സംഭവം വന്നിട്ടുള്ളത്. ഓക്കെ, കിക്ക് കൂടുതൽ എല്ലാവരും കിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ സംഭവം തന്നെയാണോ, അതായത് പക്ഷെ മമ്മു പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ ഇൻ്റർവ്യൂക്കാർ അവിടെ നിന്ന് എന്തെങ്കിലും ഫണ്ണു ആണോ, എന്തെങ്കിലും കോമഡി ആക്കുന്നിട്ട് നിർബന്ധിച്ചിട്ടാണ് ഇവനിത് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഒരിക്കലും അങ്ങനെ കോമഡിക്കായ പോലും തമാശക്കാണെങ്കിൽ പോലും ഒരിക്കലും ഇത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ ആ പഴയ ക്യാരക്ടർ വിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഒരു നെഗറ്റീവ് പോലും ഒരു തരത്തിലും ഗ്യാങ്ങിനെ MRGനെ എന്നെ ബാധിക്കുന്ന ഒരു മോശം ഇതും ഞാനിവിടെ ടോളറേറ്റ് ചെയ്യാത്തതാണ്. ഓക്കെ, പിന്നെ ഒരു ചാൻസ് കൂടി കൊടുക്കുന്ന വരുന്നവരോട് എങ്ങനെയും എടാ അത് എൻ്റെ കയ്യിലല്ല. ഓക്കെ, ഇത് എൻ്റെ തീരുമാനമല്ല, ഇത് MRG എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനി അല്ല, ഇതിൻ്റെ ഓണർ ഞാനല്ല, മനസ്സിലായോ? ഇതിനൊരു മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ എനിക്ക് വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഇഷ്യൂ വി റിയലി ഡോണ്ട് നോ എന്നാ ഇഷ്യൂ. ആരെങ്കിലും റിയാക്ട് ചെയ്ത ക്ലിപ്പ് ഒന്ന് പറഞ്ഞേ. കുറേ ആൾക്കാർ, എൻ്റെ മോനെ എത്ര ആൾക്കാരാണ് റിയാക്ട് ചെയ്താലേ, എത്ര ആൾക്കാർ ഇത് കാത്തിരിക്കുന്ന ആൾക്കാരല്ലേ. അല്ല അധികം കൂടുതലും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ തന്നെയാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ ചില ആൾക്കാർ സമയത്തിന് കാത്തിരുന്നിട്ടുണ്ട്. അത് ഞാൻ പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു ബാഡ്, ഇത് എന്നെ സംബന്ധിച്ച് ഒരു ബാഡ് സംഭവം വരാൻ കാത്തിരുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് മനസ്സിലായത്, അത് കറക്റ്റ് എനിക്ക് ഇതിലൂടെ എനിക്ക് മനസ്സിലായി. അത് നന്നായി, ഒരു കണക്കിന് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, പക്ഷെ കൂടുതലും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ, അതായത് അവർ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണെന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, അതുകൊണ്ട് വഫ ഹുസൈൻ ഓളാന്നല്ല ഇത് ആദ്യം, വഫ ഹുസൈൻ ഹുസൈനാണ് ഇത് ആദ്യം റിയാക്ട് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നത് ഒരാഴ്ച മുന്നെയാണ്. അതായത് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന ഫുൾ ടയേർഡായി തിരിച്ച് വീട്ടിലേക്ക് ഉറങ്ങാന്നുള്ള ലെവലിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ 1 മണിക്കൂർ കിട്ടുമെന്ന് ചോദിച്ചപ്പം ഈ ഇൻ്റർവ്യൂക്ക് ഈ വെറൈറ്റി മീഡിയൻ്റെ ഓഫീസിൽ വെറൈറ്റി മീഡിയൻ്റെ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടി കിടന്ന് ഉറങ്ങായിരുന്നു. മമ്മൂന ഈ സ്റ്റുഡിയോയിലേക്ക് ഇൻ്റർവ്യൂക്ക് അയച്ചു, ഞാനും കൂടെ പോയി ഇവനാടെ ഇരുത്തി ഞാനൊന്ന് മാറിയതാണ്. ഓക്കെ, ഇവൻ ഫുൾ ടൈം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇവൻ ഏത് അണ്ണാക്കിലേക്ക് നോക്കി, ഏത് അട്ടത്തേക്ക് ഇവൻ നോക്കിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ചെയ്തു ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഫുൾ ടൈം അവിടെ ഇരിക്കണമായിരുന്നു. ഞാൻ ഫുൾ ടൈം അവിടെ ഇരുന്നില്ല, ഞാൻ അവിടെ നിന്ന് മാറി. അതാ പ്രശ്നം. ഇൻ്റർവ്യൂ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. ഇതെൻ്റെ സത്യം പറഞ്ഞാൽ ഇവൻ പണ്ട് കാണിച്ച മിസ്റ്റേക്ക് ആണെങ്കിൽ
പാരൻസിൻ്റെ പിടിപ്പ് കേടാന്ന് പറയാം. പക്ഷെ ഇവനിപ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക്, മമ്മു ഇപ്പം കാണിക്കുന്ന മിസ്റ്റേക്ക് കംപ്ലീറ്റ്ലി എൻ്റെ മാത്രം മിസ്റ്റേക്ക്. എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാനാണ് പറഞ്ഞത്, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല, എനിക്കും വിഷമമാണ് കാണുമ്പോൾ. നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ആരുമില്ലല്ലോ, ഫുഡ് പോലും കിട്ടില്ല, ഇങ്ങള് മാത്രമേ ഉള്ളൂ. നീ കരച്ചിൽ നിർത്തും. നീ എക്സ്പ്ലെയിൻ എന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും. കുറെ കരച്ചിൽ ഇതും ആക്കല്ല. കോമഡിക്ക് വേണ്ടി ചെയ്ത ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട്. എല്ലാം മൂക്കലല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക, തുടക്കാൻ നിങ്ങൾ കൊടുക്കുക. എന്താന്ന് വെച്ചാൽ വേഗം സംസാരിക്കും. മോനെ നിന്നെ പുറത്താക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. ഒരാൾ പോലും നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല. ഒരാൾ പോലും പറയുന്നില്ല. എല്ലാരും കിക്ക് എന്ന് പറയുന്നത്. എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക്. ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലായോ? എന്താ നിനക്ക് പറയാനുള്ളത് പറ. നീ എന്തിനങ്ങനെ ചെയ്തു, അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു? ഞാനൊന്നും ചെയ്യൂല, ഞാൻ ലൈവിലൊന്നും ചെയ്യൂല. ലൈവിൽ ഇനി അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ലൈവിലില്ല മമ്മു. ഒന്നാമത്തെ കാര്യം അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ സൂക്ഷിക്കാൻ? ഒന്നും ചെയ്യൂല, അതിനെ പുറത്താക്കല്ല. ഇത്രയും ഇടതില്ല നീക്ക് മാത്രല്ലല്ലോ. 1 year സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ബാക്കിയല്ലടാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാടാ, ഭയങ്കര സീനാണ്. അങ്ങനെ പത്ത് കാര്യമില്ല. എല്ലാരും കിക്ക് എന്നാ പറയുന്നത്. സ്റ്റിൽ നീ കരയുന്ന കേട്ടോ ആൾക്കാർ കിക്ക് എന്നാ പറയുന്നത്, നിന്നെ പുറത്താക്കുന്ന പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മമ്മു. ഞാൻ പറയട്ടെ, ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കിത്തരാം. ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ബോർഡിങ്ങിൽ പോയിട്ട് കുറച്ചാലും നിൽക്ക്, കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാകട്ടെ, മൈൻഡ് മാറട്ടെ. നിന്റെ ഈ മൈൻഡ് വെച്ചിട്ട് സീനാടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നും പറയില്ല, പെണ്ണുങ്ങളെ ഒന്നും പറയില്ല. സിംഗമല്ലൊന്നും പറ. നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കട്ടെ. ഇവനെ പുറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവോക്കിയ. പുറത്താക്കണം എന്ന് പറയുന്നവര് നിന്റെ ഒപ്പീനിയൻ പറഞ്ഞ റാംബോന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു. റാംബോന്റെ എന്താ അഭിപ്രായം? നമ്മളെല്ലാരും ഒരു ടീമിലുള്ളതല്ലേ, എല്ലാവരും അഭിപ്രായങ്ങൾ തുറന്നു പറ. ഒരാൾക്ക് എന്താ തുറന്നു പറ. ആ പിന്നെ ഇവിടെ ഒരു തീരുമാനമാക്കണ്ടേ? ആ ബുദ്ധിയ പോലെ അല്ലാണ്ട് ബോണ്ട വായിലിട്ട് ബുദ്ധിയ പോലെ അഭിപ്രായം പറ. നിന്റെ എന്താ അഭിപ്രായം പറ. നിനക്ക് എന്താ തോന്നുന്നേ? ഒന്നാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞു, എടാ ഇതെല്ലാവർക്കും റെസ്പോൺസിബിൾ, എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതെല്ലാവർക്കും ഒരുപോലെയാണ് ബാധിക്കുന്നത്. ഗ്യാങ്ങിനെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം ഇതാകുന്നല്ല. ആ പിന്നെ നിങ്ങളെല്ലാരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാല് ഇത് ആൾക്കാർ എന്താ ഇതാക്കുക? നിങ്ങളെല്ലാരും അങ്ങനത്തെ ആൾക്കാരെന്നാ പറയാ.
ഒരു തെറ്റോ ചെയ്ത എടാ ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഇവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇവിടെ ഒരു തെറ്റോ ചെയ്തതിന് നമ്മൾ കൂട്ട് നിൽക്കല്ല വേണ്ടത്. നമ്മള് ടീമാണ്, ശരിയാണ്, ഗാങ്ങാണ്, ഫാമിലി പോലെ കഴിയുന്നത്. പക്ഷെ ഒരു തെറ്റ് ഒരാളെ കൊന്നിട്ട് ഞാൻ പറയുന്നത് കൂടെ നിൽക്കണോ? ഇല്ല, അങ്ങനെ നിൽക്കരുത്. അങ്ങനല്ല ഇതങ്ങനല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരു മിനിറ്റ്, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇല്ല, എല്ലാം അങ്ങനെ പറ്റുന്ന ഇതല്ല. പിന്നെ നീ എന്ത് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞത്? നിക്ക് എല്ലാരും കൂടെ അടുത്ത്. പിന്നെ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞത്? ഞാൻ ഇത് കേട്ടത് സത്യം വിചാരിച്ച പണ്ടേ വിചാരിച്ചുള്ളൂ ഇതൊന്നും എതിരെ വരുമെന്ന് വിചാരിച്ചു. മൂക്കുന്നല്ല അതല്ലോ വരുന്ന. ഒന്നാമത്തത് ഇല്ലാത്തതാണ്. ഇപ്പോഴാണ് ഇവരടക്കം അറിയുന്നത് ഇതൊക്കെ സംഭവം ഇല്ലാത്തതാണെന്നുള്ളത്. ഇല്ലാത്താന്ന് പറഞ്ഞാലോ ഒരാടെ പോയി പറഞ്ഞോ? ഓൻ പറഞ്ഞ തമാശക്ക് ആയിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, നടന്നതായിക്കോട്ടെ, നടക്കാത്തതായിക്കോട്ടെ, ഓൻ പോയി പറഞ്ഞോ? അത് ആൾക്കാർ കേട്ടോ? ഗ്യാങ്ങിനെ എല്ലാരെയും ബാധിച്ചോ? അത്രേ ഉള്ളൂ. ചാൻസ് കൊടുക്കടാ. എന്താ പറയുന്നത്? ഗിവ് ഹിം സെക്കൻഡ് ചാൻസ്. ചാൻസ് അല്ല ബ്രോ, അവൻ ഡിപ്രസ്ഡ് ആയി മാറും. ജിമ്മിൽ വിടുന്നത് അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലടാ, എന്തൊക്കെ ഒരു പണിഷ്മെന്റ് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലടാ. ഒരു പണിഷ്മെന്റും കൂടി, എന്തെങ്കിലും ഒരു പണിഷ്മെന്റും കൂടി. അല്ലെങ്കിൽ ഇവൻ നാളെ നാളെ ആൾക്കാർ നമ്മളെ പറയും, നീ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാ. ഇങ്ങനെയുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ട് നമ്മൾ വെറുതെ വിട്ടെന്നുള്ള പോലെ ആവുക. ഇവനും നാളെ ഒരു ധൈര്യമായിരിക്കും. ഇല്ല, ഞാൻ ഒന്നും ചെയ്യൂല. കിക്ക് ഫ്രം ഗ്യാങ് ബട്ട് സ്റ്റേ ഹിം വിത്ത് യു ആൻഡ് ടേക്ക് കെയർ. അങ്ങനെ ചെയ്താലോ? എന്നാ പിന്നെ നമുക്ക് എന്തായാലും ഇവനെ പുറത്തേക്ക് വിട്ട ഡേഞ്ചറാണ്. ഒരു കാര്യം ചെയ്യാം, MRG ഇവനെ പുറത്താക്കാം. ഇവനെ പുറത്താക്കാം. അല്ല, അത് വേറെ വഴിയില്ലടാ. മാനേജ്മെന്റ് പറയുന്ന കേക്ക്. എടാ മുക്ത, ഞാൻ പറയുന്നത്, എടാ മോനെ, ഞാൻ പറയുന്ന കേക്ക്. ഇത് എത്ര സമയം നീ ഒരേ ഡയലോഗ് തന്നെ പറയുന്നത്? അവിടെ പോയിരുന്നേ, പോയ അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേക്ക്, പറയുന്നത് കേക്ക്. MRGയിൽ നിനക്ക് തുടരാൻ പറ്റൂല. മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതെല്ലാം നിനക്ക് അറിയുന്നില്ല. നീ എന്ത് മണ്ടത്തര ഈ കരഞ്ഞോണ്ട് പറയുന്നത്? ഓക്കെ, നിന്നെ ആ വീടിന്ന് അയക്കുന്നില്ല, നീ ഇവിടെ നിന്നോ. പക്ഷെ ഗ്യാങ്ങിൽ നിനക്ക് ഇനി തുടരാൻ പറ്റൂല. ആ ടീഷർട്ട് തിരിച്ചേൽപ്പിച്ചോ, ബാക്കി കാര്യങ്ങളും തിരിച്ചേൽപ്പിച്ചോ. പേരും ലിസ്റ്റൊന്നും പേരും എന്റെ വെട്ടിക്കളഞ്ഞോ. വേറെ വഴിയില്ല മോനെ. കുറച്ച് ഞാനൊരു കാര്യം പറ്റും, ഒരു 6 മാസത്തേക്ക് സസ്പെൻഷൻ. അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂടാ. വേറെ വഴിയില്ല. എന്തായാലും എനിക്ക് ഗ്യാങ്ങിൽ നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാറാ. എടാ അങ്ങനെ ചെയ്യാം. അതാ നല്ലത്. ഇവനെ പുറത്തേക്ക് വിടുന്ന ഡേഞ്ചറാണ്. അത് ഉറപ്പാ. ഇവനെ പുറത്തേക്ക് വിടുന്ന ഡേഞ്ചറാ. വെയിറ്റ് ലോസ് ഇതും കൊടുക്കാം. ഇവനെ ഡെയിലി ജിമ്മിൽ പോട്ടെ. ഞാൻ പറഞ്ഞ ഡയറ്റും ജിമ്മും ഓക്കെ. ഡെയിലി കമ്പൾസറി ആയിട്ട് രാവിലെ എണീച്ച് ജിമ്മിൽ പോട്ടെ. ഓക്കെ. പിന്നെ കൃത്യസമയത്ത് ഇവന് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണം. ഡെയിലി ഇവന് ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ സാധനം കൊടുക്കണം. ഇവന് ഇങ്ങനെ ജീവിക്കണ്ട. ഇവന്റെ ആ റൂം, ഇവന്റെ ആ തൂറിയ റൂമില്ലേ, ആ റൂമിൽ നിന്ന് ഇവനെടുത്ത് പുറത്തിടണം. ഇനി ഇവൻ റൂമിൽ കിടക്കണ്ട. ആ റൂമിൽ ഇവനൊരു റൂമുണ്ട് ഇടാം. പശുത്തൊഴുത്തില്ലേ, പശുത്തൊഴുത്ത് പോലത്തെ ഒരു റൂമുണ്ട് ഇവന്. അതിന്റെ ഉള്ളിലാണ് ഇവന്റെ പരിപാടി. ഇവനില്ലേ, എന്റെ റൂമും വേണ്ട. നോക്കിയാ സെൻട്രൽ ഹാളിൽ കിടക്കട്ടെ. നിന്നെയും കൂടി ബാധിക്കുന്ന കാര്യം ഇവിടെ നടക്കുന്നത്. നീ എന്താ ചെയ്യുന്ന? ആ ശരി, മതി. ആ ഓക്കെ. നിസ്കാരം. യെസ് 5 നേരം നിസ്കരിക്കട്ടെ. ഡബ്ല്യു ഡിഷൻ ബ്രോ, ഡബ്ല്യു ഡിഷൻ. അത് വേറെ പറ, അടുത്ത പറ. എല്ലാ ദിവസവും രാവിലെ ജിമ്മ്, ഡയറ്റ്, ഇവന്റെ ഈ വാരി വലിച്ചുള്ള തീറ്റ നിർത്തിക്കണം. 5 നേരം നിസ്കരിക്കട്ടെ. പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സോ ഇതോ പഠിക്കാനും വിടാം.
ഹോം ക്ലീനിങ് എല്ലാം ഓൾറെഡി ഇവിടെ ദാമുണ്ട്. ഹോം ക്ലീനും ചെയ്യട്ടെ. ക്ലീൻ ഓനെ അത്യാവശ്യം ചെയ്താൽ എന്നാലും ഫുൾ ക്ലീനിങ് ഓനെ ഏൽപ്പിക്കും. വേറെ പറ. പഠിക്കാൻ വിടുക. ഒരു കോഴ്സ് പഠിച്ച് പാസ്സാവണം. എന്ത് കോഴ്സ്? അടി ഈ ബുദ്ധി ഇല്ലാത്തവന് എന്ത് കോഴ്സ് പഠിപ്പിക്കും? അവിടെ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയത് അതാണ് ഞാനും ആലോചിക്കുന്നത്. ചാനലിന്റെ പേര് മാറ്റി. ഇനി ശരിക്കും ഇതിൽ ആരും ലൈവ് ചെയ്യാൻ പോകുന്നത്? എന്താ സംഭവം? എന്താ നമ്മളെ പ്ലാൻ? ഇതെന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഇതിന് തിരിച്ചാക്കാൻ കഴിയില്ല മോനെ. ചാനലിന്റെ പേര് ഒരിക്കൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ 90 ദിവസത്തേക്ക് പേര് മാറ്റാൻ പറ്റില്ല. മർജി ഗ്യാങ് ഇതും മാറ്റിയാലോ? ഗ്യാങ്ങിന്റെ എന്തെങ്കിലും ഇത് ബാനർ എടുത്ത് വിടട്ടെ കേട്ടോ. എന്നിട്ട് ആരാ ഇനി ലൈവ് ചെയ്യാൻ പോകുന്നത്? അവൻ തീരുമാനാക്ക. ആരാ ലൈവ് ചെയ്യാൻ പോകുന്നതിന്? നിന്നെ ഇനിയില്ല മോനെ. നീ ഇനി വേണ്ട. ഇല്ലടാ, നീ ഇനി നന്നായി ഉറപ്പായി കഴിഞ്ഞിട്ട് നീ തിരിച്ചു കയറിക്കോ. അല്ല, ഞാൻ പറയട്ടെ. മോനെ ഞാൻ പറയുന്നത്, നീ നല്ല നടപ്പ് കാണിച്ചാ നിന്നെ തിരിച്ചെടുക്കാം. ഓക്കെ, അതുവരെ നീ ഇങ്ങനെ പോ. വേറെ വഴിയില്ല. ഇത് തന്നെ നിനക്ക് എത്രയോ സുഖാന്ന് നീ ആലോചിച്ച് നോക്ക്. നിന്നെ പുറത്താക്കാൻ നിന്നെടുത്തുനിന്ന് ഇത്രയും ഇതിലേക്ക് കുറഞ്ഞ്